അഡോബ് ഫോട്ടോഷോപ്പിൽ ഒരു മലയാളം പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വേർഡിൽ നിന്നൊക്കെ ഡയറക്റ്റ് മലയാളം കോപ്പി പേസ്റ്റ് ചെയ്യാം, പക്ഷേ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും പലപ്പോഴും പല ഫോൺസൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് ഒരു ഫോട്ടോഷോപ്പ് ഡിസൈനിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ ടൂൾസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ആദ്യം നമുക്ക് വേണ്ട ഒരു പോസ്റ്റർ ഫോട്ടോഷോപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് മലയാളം ഫോണ്ട് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും മിനിമൽ ഡിസൈനിലുള്ള ഒരു പോസ്റ്ററാണ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയുള്ള ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു ബേസിക് മോഡൽ മാത്രം വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മലയാളം ഫോണ്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് വേറൊരു ടൂൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതിന് ചെയ്യേണ്ടത് kuttippencil.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക. ഈ ഒരു സൈറ്റിനകത്ത് നമുക്ക് എന്ത് വേണേലും മലയാളം ഇപ്പോൾ ആർട്ടിക്കിളൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈസി ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ kuttippencil.in/google എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഇൻപുട്ട് ടൂൾസ് ഉണ്ട്. ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം ഫോണ്ട് സെലക്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം വേണമെങ്കിൽ മലയാളത്തിൽ മാറ്റാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രൗസറിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതേ ക്ലിക്ക് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഹിന്ദി ഏതൊക്കെ ലാംഗ്വേജ് നമുക്ക് വേണം, എത്ര ലാംഗ്വേജ് വേണം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് മലയാളമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മലയാളം അവിടെ കാണിക്കും. നമുക്കത് മലയാളം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആർട്ടിക്കിളൊക്കെ മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൺവേർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, കോപ്പി ടു FML സീരീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിതൊരു FMLയിലേക്കാണ് നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് കൃത്യമായിട്ട് വരത്തുള്ളൂ. നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു FML സീരീസിലുള്ള ഫോണ്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കോപ്പി ടു FML സീരീസിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പപ്പിനകത്ത് നമ്മുടെ മെസ്സേജ് വരും, അത് കോപ്പി ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്യാം. നേരെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോപ്പി ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഫോണ്ടാണ് കിടക്കുന്നത്. നോക്കിയാലും കാണാം അത് നമുക്കൊട്ടും റീഡബിൾ അല്ല. കുറേ ടെക്സ്റ്റ് മാത്രമേ, സിമ്പിൾസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ഒരു FML ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പിനകത്ത് നിങ്ങൾ FML ടെക്സ്റ്റ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ FML ഫോണ്ട് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഗൂഗിളിൽ പോവുക, FML മലയാളം ഫോണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ധാരാളം ഓപ്ഷൻസ് വരും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ധാരാളം സൈറ്റുകളുണ്ട്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം ഇതെല്ലാം FML ഫോണ്ടുകളാണ്. FML വർഷ, അല്ലെങ്കിൽ നന്ദിനി, ബെക്കൽ ബോൾട്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഫോൺസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഫോണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഫോണ്ടിനകത്ത് നിങ്ങൾക്ക് ആ ഫോണ്ട് കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം വീണ്ടും ഫോട്ടോഷോപ്പിൽ വരിക, ഫോണ്ടിന് അവിടെ FML എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അതിനകത്ത് ഇത്രയും FML ഫോണ്ട്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു FML ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കാണാം താഴത്ത് നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുക. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഡ്രാഗ് ചെയ്ത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു കളറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു വേറെ കളർ പാറ്റേണിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ലെയറിനകത്ത് പോയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷനകത്ത് ഗ്രേഡിയൻ്റ് ഓവർലേ കൊടുക്കുകയാണ്. ഡിസൈനിങ് പാർട്ട് കഴിഞ്ഞു. ഞാൻ ഒരു കമ്പനി ലോഗോയും കൂടെ, നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കമ്പനികൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ കമ്പനി ലോഗോയുടെ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ഞങ്ങളുടെ കമ്പനി ലോഗോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് സേവ് ചെയ്യാം. ഒരു PNG ഫയലായിട്ട് സേവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പോസ്റ്ററിൻ്റെ ഡിസൈനിങ് പാർട്ട് കഴിഞ്ഞു. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മിനിമലായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു മലയാളം ഫോണ്ട് കൃത്യമായി ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക, kuttippencil.in എന്ന് പറഞ്ഞ സൈറ്റ് എടുക്കുക, അതുപോലെ FML ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ മലയാളം ഫോണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ടൈപ്പ് എടുക്കാൻ സാധിക്കും. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.